1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടിയ അമരമ്പലം പഞ്ചായത്തിലെ കുടുംബങ്ങൾ നിലമ്പൂർ ജല അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. അമരമ്പലം, തോട്ടേക്കാട്, കോഴശ്ശേരിക്കുന്ന് നിവാസികളാണ് പ്രശ്നപരിഹാരം ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് മുന്നിലെത്തിയത്. 63 SC കുടുംബങ്ങളും 11 ST കുടുംബങ്ങളും ഉൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന ഇവിടെ ഒരു മാസത്തോളമായി കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ്. സമീപത്തെ ക്വാറിയിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്നാണ് ഇവർ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇതാകട്ടെ മലിനജലവുമാണ്. കുടിക്കാനായി സമീപത്തുള്ള മറ്റുള്ള കിണറുകളിൽ നിന്നും വെള്ളമെടുത്താണ് ഉപയോഗിച്ചു വന്നത്. വേനൽ കടുത്തതോടെ കിണറുകളിലും വെള്ളം കുറഞ്ഞത് തിരിച്ചടിയായി. മലയോരപാത നിർമ്മാണം കാരണം റോഡ് പണി നടക്കുന്നതിനാൽ പൈപ്പുകൾ പൊട്ടിയതാണ് ജലവിതരണം തടസ്സപ്പെടാൻ കാരണം. എന്നാൽ സമീപത്തുള്ള മറ്റു പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നുണ്ടെന്നും ഇവർ പറയുന്നു. 10 വീട്ടുകാർക്കും സ്വന്തമായിട്ട് കിണറില്ലാത്തവരാണ്. എല്ലാവരും പ്രദേശത്തുനിന്ന് വന്നിട്ടില്ല. പണിക്കുന്നതിനൊക്കെ പോകേണ്ട ആൾക്കാരല്ലേ. അപ്പൊ ഞങ്ങള് തൊട്ടടുത്ത വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കിണറുകളിലും ഒക്കെ വറ്റി തുടങ്ങിയ അവസ്ഥയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇനി വേറൊരു മാർഗ്ഗമില്ല ഈ വാട്ടർ അതോറിറ്റി ശരിയാക്കാൻ. ഞങ്ങളെ തൊട്ടപ്പുറത്തെ 2 ലൈനിലും വെള്ളമുണ്ട്. ഞങ്ങൾക്ക് മാത്രമായിട്ടാണ് ഈ വെള്ളമില്ല. പറയാ എങ്ങനെ നടക്കാൻ ഞങ്ങളിപ്പോ ഒരു മാസമായി ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളമില്ലാതെ ആയിട്ട്. എന്താ ചെയ്യുന്നത്? താൽക്കാലികമായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? വെള്ളത്തിന് ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞങ്ങള് അപ്പുറത്തെ ഒരു കോറിക്കുളമുണ്ട്. അതിനാണ് ടോയ്ലറ്റിലൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ പിന്നെന്താ അലക്കാനും കുളിക്കാനൊക്കെ അതാണ് ആശ്രയം. അതെന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷണവും ഇല്ലാത്ത വെള്ളമാണ്. 150 ജനറൽ വീടിന്റെ മുകളിലും ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഈ ആളുകൾക്കൊന്നും വെള്ളമല്ല. ഒരു വാട്ടർ അതോറിറ്റി PW കുറ്റം പറയുന്നത്, PWD വാട്ടർ അതോറിറ്റിനെ കുറ്റം പറയുന്നത്. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ പൈപ്പ് ഉപയോഗിച്ച് വാട്ടർ അതോറിറ്റിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ രീതിയിൽ ഈ പൈപ്പ് കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ജില്ലാ അടക്കമുള്ള നിയമമന്ത്രിക്ക് അടക്കം ഞങ്ങൾ നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് ദളിത് കോൺഗ്രസ് നേതാവ് ശിവദാസൻ ഉള്ളാടിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ ജല അതോറിറ്റി ഓഫീസിലെത്തിയത്. എന്നാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തില്ലാത്തതിനാൽ കൃത്യമായ മറുപടി ലഭിച്ചില്ല. കഴിഞ്ഞ 2 മാസത്തിലേറെ നമ്മുടെ വേനൽക്കാലം തുടങ്ങിയ ഉടനെ തന്നെ ആ പ്രദേശത്തുള്ള കുടിവെള്ളം ആർക്കും ലഭ്യമല്ലാത്ത രീതിയിൽ ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വാട്ടർ അതോറിറ്റിന്റെ ഒരു ലൈൻ മാത്രമാണ് അവിടെ ശാശ്വതമായിട്ടുള്ളത്. ആ പ്രദേശത്ത് പ്രത്യേകിച്ച് കിണർ കുഴിക്കാനോ അതുപോലുള്ള കാര്യങ്ങൾ നടത്തി വെള്ളം കിട്ടാനോ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ ഏക ആശ്രയം എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിന്റെ ഈ പൈപ്പ് ലൈനാണ്. ആ പ്രദേശത്തേക്ക് പോകുന്ന ആ പൈപ്പ് ലൈൻ ഇപ്പോൾ റോഡ് പണി നടക്കുന്നത് കാരണം അത് കട്ട് ചെയ്ത് ആ ലൈന് കട്ട് ചെയ്തിട്ടില്ല. അത് പുനഃസ്ഥാപിച്ചു കൊടുത്തെങ്കിൽ ഇവർക്ക് ആ പ്രദേശത്തേക്ക് വെള്ളം കിട്ടുക. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റിന്റെ ഓഫീസിലേക്ക് വന്നത്. അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോഴൊക്കെ ഇവർ ഞങ്ങൾ നന്നാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ ഒരു പരിഹാരം ഇതുവരെ കാണാൻ കഴിയും. അതുകൊണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വാട്ടർ അതോറിറ്റിന്റെ ഈ ഓഫീസിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ അവർ പഞ്ചായത്തിന്റെ ഒരു മീറ്റിംഗിലേക്ക് പങ്കെടുക്കാൻ പോയതാണെന്ന് പറഞ്ഞിട്ടാണ്. ഏതായാലും ഞങ്ങൾ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ട് പോകുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ. മൈനോറിറ്റി കോൺഗ്രസ് പ്രതിനിധി KT ഫർഹാൻ, ബോബി ഓണാട്ട്, ബേബി വിനോദിനി, അഞ്ചുമോൾ, സുഭദ്ര, സുന്ദരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.